കട്ട് ചെയ്താ. ഇപ്പം നോർമലാ, റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവന് 2 വർഷമായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അത് അവളുടെ വീട്ടിലറിഞ്ഞ ആകെ പ്രശ്നമായി. പിന്നെ അവൾക്ക് വേറെ കല്യാണമൊക്കെ ഉറപ്പിച്ച്. സോറിയ. എടോ കിടക്കടോ, ഗുസ്തി പിടിക്കാറൊന്നും ആയിട്ടില്ല. ഈ മരുന്ന് കഴിച്ചേക്ക്. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരും ഒന്ന് ഇനി എന്താ നിന്റെ പ്ലാൻ? ജീവിക്കണോ മരിക്കണോ? എനിക്ക് ജീവിക്കണം ഈശ്വര കൂടെ. നീ വിളിച്ച അവൾ ഇറങ്ങി വരുമോ? വരും, പക്ഷെ അവളെ പൂട്ടിയിട്ടേക്ക്. പൂട്ടൊക്കെ നമുക്ക് വിളിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ കൂടെ? ഞങ്ങളുടെ റിലേഷൻ തുടക്കം തൊട്ടറിയാവുന്നൊരു കസിനുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. നമ്പറുണ്ടോ? ഹലോ. ആ, ഞങ്ങളിവിടെ എത്തി. അതാണെന്ന് തോന്നുന്നുണ്ട്. ചെല്ലി. ഹായ്, ദേവിക. രഞ്ജിത്ത്. രാജേഷ്. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ദേവികയുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഇപ്പം ഫിക്സ് ചെയ്തിരിക്കുന്ന നിഷയുടെ മാരേജ് നടക്കാൻ പാടില്ല. വാട്ട്? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇയാൾ വിചാരിച്ച നിഷയൊന്ന് പുറത്തെത്തി ചേരാൻ പറ്റില്ലേ? ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഇറ്റ്സ് ഫൂളിഷ്നെസ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, തനിക്ക് നിഷയൊന്ന് പുറത്തെത്തി ചേരാൻ പറ്റൂ? അവക്കെ നല്ലൊരു ലൈഫ് വെയിറ്റിംഗിലാ. ഞാനായിട്ട് അത് നശിപ്പിക്കാൻ കൂട്ടു നിൽക്കില്ല. ഇതിനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. വെറുതെ മനുഷ്യനും മെനക്കെടുത്താൻ വേണ്ടി. നീ എന്തേ പോണേ? ഒരു മിനിറ്റ്. ഇയാളെ പറഞ്ഞല്ലോ നിഷയ്ക്ക് നല്ലൊരു ലൈഫ് വെയിറ്റിംഗ് ആണെന്ന്. എന്താ അത്? അവൾക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ സ്നേഹം നടിച്ച് കഴിയുന്നു? അതോ ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വയം സങ്കടപ്പെട്ട് ഒരു ജീവിതം മുഴുവൻ തീർക്കുന്നു? അവളെ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ വേണ്ടാന്ന് വെച്ച് ജീവിക്കാൻ അവൾക്ക് പറ്റുമോ? പോയെന്ന് ചോദിച്ചു നോക്ക്, അവൾ ഹാപ്പിയാണോ? 10-25 വർഷം വളർത്തി വലുതാക്കി അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ സ്നേഹം മറ്റാർക്കും കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ 4 ദിവസമൊക്കെ കാണാതിരുന്ന തീരാവുന്ന സ്നേഹമേ ഉള്ളൂ മറ്റുള്ളവർക്കൊക്കെ. അത് അവള് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. കുടുക്കി വാനടാ. ഇത് അവളാണല്ലോ. നീ സംസാരിക്കേ. എനിക്ക് ചെയ്യാൻ പറ്റില്ല. സംസാരിക്കടാ, അലമ്പാക്കല്ലേ. ഹലോ, ഞാനാ ദേവിക. ഞാൻ നിഷയോട് സംസാരിച്ചിരുന്നു. ഇവിടെ ഉറപ്പിച്ച മാരേജ് നടന്നാ പിന്നെ അവള് ജീവനോടെ ഇരിക്കില്ലെന്നാ പറഞ്ഞേ. ആ മാരേജ് നടക്കില്ല. അതെന്താ? അതിനു മുന്നേ നിഷയും നാസറുമായിട്ടുള്ള മാരേജ് നടന്നിരിക്കും. ഞാനിപ്പോൾ വിളിക്കുന്നത് നിഷയ്ക്ക് വേണ്ടിയിട്ടാ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. നാളെ നിഷയൊന്ന് പുറത്തെത്തി ചേരാൻ പറ്റുമോ? നിഷ എണീറ്റ്, വേഗാവട്ടെ.
അവരെ വിളിച്ചായിരുന്നോ? ആ അവരാണോ? സമാധാനായി, എന്തായാലും എത്തിയല്ലോ. എന്നാ നമുക്ക് വീട്ടിലോട്ട് പോവാം. വാ അകത്തേക്കോ. പാർവതി, അവർക്ക് എന്തായാലും കഴിക്കാൻ എടുക്ക. സൗകര്യങ്ങളൊക്കെ കുറവാണേ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ഇപ്പോഴൊരു സമാധാനമായത്. ആ മണി, ആ രഘു, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ മോളെ അങ്ങോട്ട്. അങ്ങോട്ട് ചെല്ലേ. ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കായിരുന്നല്ലേ? ഹാപ്പി അല്ലേ? രാജേഷ് എവിടെ? അവനൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ. മാല ഇത്തിരി ചെല്ലുന്നു. ആ അത് പ്രശ്നമില്ല, ഞാൻ പറഞ്ഞൊക്കെ. എന്താ പറ്റിയിട്ടുണ്ടല്ലോ? ആ ഇനിയിപ്പോൾ താമസിപ്പിക്കേണ്ട കാര്യമില്ല. താലിയുടെ താലിയുടെ ആ താലി എന്തെങ്കിലും ആ താലിയുടെ ഇനിയിപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. അമ്മ അതാരാ? അവളുടെ അമ്മയച്ഛനും. ഓ എങ്ങനെയുണ്ട് എൻ്റെ മാരേജ് ഗിഫ്റ്റ്? നിന്റെ ആരും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, സോറി. നീയല്ലടാ എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ആ അവള് കേൾക്കണ്ട. അമ്മയെ പരിചയപ്പെടണ്ടേ? സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആൾക്കാർ എന്തിനാ കരയുന്നത്? ഇയാൾ ചെയ്തു തന്നെ ശരി. ഞാൻ ഈ കാര്യത്തിന്റെ ഒരു വശം മാത്രമേ ചിന്തിച്ചുള്ളൂ. ശരിക്കും ഇവരൊക്കെ തന്നെയല്ലേ ഒന്നാവണ്ട്. ഓരോ കാര്യവും നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നതിലാണല്ലേ. ദേഷ്യം വന്ന പിന്നെ എനിക്ക് കണ്ണും മൂക്കും കാണില്ല. അതാ ഞാൻ അന്ന് അങ്ങനെയൊക്കെ. സോറി.